ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. ഈ അടുത്തിടയ്ക്ക് ഞാൻ യൂട്യൂബിലായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തലനീരിറക്കത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ആ ഒരു എണ്ണ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ തലനീരിറക്കം ഈ എണ്ണ തേക്കുന്നത് കൊണ്ട് മാത്രമാണോ നമുക്കുണ്ടാവുന്നത്, അതുപോലെ തന്നെ നമുക്ക് മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് തലനീരിറക്കം ഉണ്ടാവും. അതായത് തലനീരിറക്കം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നീര് ഈ പുറകു ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുകയും പിന്നീട് അതിനുശേഷം നമുക്കിങ്ങനെ ആ ഭാഗത്ത് നല്ല രീതിയിലുള്ള വേദനയും കഴപ്പും, ചിലർക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കഴപ്പ് കയ്യിലേക്ക് വരുന്നത് പോലെയും, നമുക്കിവിടെ ഈ ജോയിനിൻ്റെ സെൻറ്ററിലായിട്ട് നീര് കെട്ടി നിൽക്കുന്ന പോലെയൊക്കെ ഒരുപാട് പേർക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിതിൻ്റെ അകത്ത് മനസ്സിലാക്കുക. ആദ്യം തന്നെ ഞാനിതിൽ പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് തലനീരിറക്കവും പെടലി വേദനയൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ ഇതെല്ലാം തേയ്മാനം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണോ അതോ അവിടുത്തെ മസിലിൻ്റെ പ്രശ്നമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനു വേണ്ടി ഫലപ്രദമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എണ്ണയും അതുപോലെ തന്നെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകളും ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തലനീരിറക്കം എന്ന് പറയുന്ന രോഗത്തെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ നമ്മൾ അതികഠിനമായിട്ടുള്ള ഭാരം നമ്മുടെ തലയിൽ എടുക്കുന്ന ആളുകൾ കാണും. അതുപോലെ തന്നെ പുറത്ത് ഒരുപാട് ജോലികൾ ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തല വിയർത്തിട്ട് വിയർപ്പ് തലയിലേക്ക് തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നവർ കാണും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ പലപ്പോഴും വെയിറ്റുകളോ വലിച്ചെടുക്കുന്ന ആളുകൾ കാണും. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നീര് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാരണമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നല്ലൊരു ചൂടുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിട്ട് ഫാനിട്ടിരിക്കുകയോ അല്ലെങ്കിൽ എ സിയുടെ ഉള്ളിലിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കാറിലേക്ക് എ സി ഓൺ ചെയ്ത് കയറുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കും. പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ എണ്ണകൾ കാച്ചി ഉപയോഗിക്കും. അതായത് പലതരത്തിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന എല്ലാ എണ്ണകളും, അതായത് ഒരുപാട് ചെടികളുടെ ഇലകളെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ പാകം കറക്റ്റ് ആവാതെ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കും. അതായത് വെള്ളം ചേർക്കാതെ എണ്ണ പ്രിപ്പയർ ചെയ്ത് തലയിലേക്ക് തേക്കുന്ന ഒരുപാട് പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഈ രീതിയിൽ തലനീരിറക്കം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു തലനീരിറക്കം ഉണ്ടായി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, ചിലർ പറയുന്നത് ഇങ്ങനെ കൈയുടെ, അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെയും ചെവിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പെയിൻ വന്നിട്ട് ഈ കൈയുടെ ഇതുവരെ, അതായത് താഴേക്ക് പോകില്ല, ഇതുവരെ നമുക്കിങ്ങനെ പെയിൻ വരുന്നത് പോലെ തോന്നുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്കിങ്ങനെ കഴുത്തിങ്ങനെ രണ്ട് സൈഡിലേക്ക് നമ്മൾ തിരിക്കാനായിട്ട് നോക്കുമോ, മുകളിലേക്കും താഴേക്കും ഒക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്യാനോ റൊട്ടേറ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ നമുക്കിവിടെ നല്ല രീതിയിലൊരു പിടുത്തം തോന്നും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ തലനീരിറക്കം കൊണ്ടും അതുപോലെ തന്നെ പെടലി വേദന എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന രോഗങ്ങൾ. ഒരു പക്ഷേ അവിടുത്തെ മസിലിലേക്ക് ഉണ്ടാകുന്ന നീർക്കെട്ടുകളായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് അവിടെ ഒരു ഫ്ലൂയിഡ് കെട്ടി നിൽക്കുന്നത് പോലെ ആയിരിക്കും. പലപ്പോഴും പലരും ചെയ്യുന്ന എന്താണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകും, അവിടുന്ന് പെയിൻ കില്ലേഴ്സ് വാങ്ങി കഴിക്കുകയും അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓയിൻമെൻറ്റ് വാങ്ങി നമ്മൾ പുറമേ പുരട്ടുകയും ഇല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം ഇല്ലാതെ എന്തെങ്കിലും എണ്ണകൾ, അതായത് മുറിവെണ്ണയോ കൊട്ടൻ ചുക്കാതിയോ പോലുള്ള എണ്ണകളൊക്കെ വാങ്ങി നമ്മുടെ പുറകിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യും. 2 ദിവസത്തേക്ക് ആശ്വാസം കാണും. വീണ്ടും നമുക്ക് ഈ ഒരു പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ടാവും. അതായത് നമ്മൾ ആ ഭാഗത്ത് നല്ല രീതിയിൽ ഓയിലിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദന കൂടുന്നതായിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പക്ഷെ പലരും കാരണങ്ങൾ മനസ്സിലാക്കാതെ ആയിരിക്കും ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പലപ്പോഴും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്ക് കുളിക്കുകയും പിന്നീട് നമ്മുടെ തലയിൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം മൂടി തോരാതെ നമ്മൾ കിടന്നുറങ്ങുകയോ മറ്റു ജോലികളിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് വീണ്ടും ഇത്തരത്തിൽ രാത്രിയാകുമ്പോൾ അതികഠിനമായിട്ട് തലവേദന ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആദ്യം തന്നെ ഞാൻ 2 എണ്ണകളും നമ്മൾ ചെയ്യാനുള്ള 1-2 കാര്യങ്ങളും പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ 2 തരത്തിലുള്ള ഓയിലുകൾ, അതായത് അസന ഏലാദി എന്ന് പറയുന്ന ഒരു എണ്ണയും അസന വില്വാദി എന്ന് പറയുന്ന എണ്ണയും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. ഒട്ടനവധി ഫാർമസികളിൽ, അതായത് കോട്ടയ്ക്കലിലായാലും സീതാറാമിലായാലും വൈദ്യരത്നം, നാഗാർജുന മുതലായിട്ടുള്ള എല്ലാ ഫാർമസികൾക്കും ഈ അസന ഏലാദി അസന വില്വാദി എന്ന് പറയുന്ന 2 തരത്തിലുള്ള എണ്ണകളും വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ തലനീരിറക്കത്തിൽ നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് കാണുന്നത് അസന ഏലാദി എണ്ണ വാങ്ങിയിട്ട് നമ്മളൊരു ചെറിയ അളവിൽ എടുക്കുക. അതായത് ഒരു ചെറിയ കുപ്പി നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഒരടപ്പാണ് നമ്മൾ എടുക്കാനുള്ളത്. ആ കുപ്പിയിൽ വാങ്ങുന്ന ഒരടപ്പ്.
ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ എണ്ണ തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ മുടിയുടെ ഇങ്ങ് അറ്റം വരെ നമ്മൾ എണ്ണ തേക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങ് വരെ തേക്കേണ്ട കാര്യമില്ല. കാര്യം താഴേക്ക് പോകുന്നതോറും അത് ഡെഡ് സെൽസ് ആണ് എപ്പോഴും നമ്മുടെ ഹെയർ ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എണ്ണ തേക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലാണ് നമ്മൾ എണ്ണ തേക്കാനുള്ളത്. അതും തലനീരിറക്കമുള്ള ഒരു എണ്ണ തേക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ ഈ എണ്ണ എടുക്കുക. എണ്ണ എടുത്തതിന് ശേഷം നമ്മുടെ തലയിൽ ഇങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ ഉരച്ച് തേക്കില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഉരച്ച് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് നിൽക്കുക. നിന്നതിന് ശേഷം വേണം നമ്മൾ ഇത്തരത്തിൽ പോയിട്ട് കുളിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ അത്യാവശ്യം ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് തല നന്നായിട്ട് തോർത്തി, അതായത് ഒരു ടവൽ ഉപയോഗിച്ച് തന്നെ നല്ല വൃത്തിയായിട്ട് തല തോർത്തി എടുക്കുക. തോർത്തി ഒട്ടും ഈർപ്പമില്ലാതെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് രാസ്നാദി ചൂർണം എടുക്കുക. രാസ്നാദി ചൂർണം എടുത്തിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 3 വിരൽ നമ്മുടെ ഈ മുടിയുടെ അറ്റത്തുനിന്ന് അകത്തേക്ക് വെച്ചിട്ട് ഈ സെൻറ്റർ ആയിട്ടുള്ള ഭാഗത്ത്, അതായത് 3 വിരൽ വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ ആയിട്ട് നമുക്ക് കാണുന്ന ആ ഭാഗത്ത് ഒരിതും, അതുപോലെ തന്നെ നമ്മുടെ ഈ ചെവിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് പുറകിലായിട്ട് ഇങ്ങനെ കയ്യിൽ ഒരു കുഴി പോലെ കാണാൻ പറ്റുന്ന ഭാഗമുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ആ കുഴി പോലെ കാണുന്ന ആ ഭാഗത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഈ തലനീരിറക്കം പ്രശ്നത്തിൽ നിന്ന് നല്ലൊരു ആശ്വാസം കിട്ടി. ഇത് ഒരുപാട് പേഷ്യൻസിന് ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത്, ഇപ്പം ഞാൻ പറയുന്നത് ഒരു 400 ml എണ്ണ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാനാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 75 ഗ്രാം കൂവളത്തിൻ്റെ ഇല. കൂവളം എന്ന് പറയുമ്പോൾ ഈ ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ മാല കെട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കൂവളത്തിൻ്റെ ഇല. പൊതുവേ അങ്ങനെ ക്ഷേത്രങ്ങളുടെ പരിസരത്തൊക്കെ ആയിരിക്കും ഈ കൂവളം കൂടുതൽ കിട്ടുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ കൂവളത്തിൻ്റെ ഇല നമ്മളൊരു 75 ഗ്രാം എടുക്കുമ്പോൾ, അതായത് ഒരു 2 പിടിയോളമൊക്കെ വരുമ്പോൾ നമുക്കൊരു 75 ഗ്രാം കിട്ടും. അപ്പോൾ 75 ഗ്രാം എടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ മിക്സിയിൽ അരച്ച് ഒരു നീരായിട്ട് എടുക്കുക. അപ്പോൾ നീരായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നല്ല അളവിൽ നമുക്ക് 75 ഗ്രാമിൽ നിന്ന് കിട്ടുന്ന അത്രയും നീര് നന്നായിട്ട് ആ മിക്സിയിൽ നമ്മളിങ്ങോട്ട് എടുത്ത് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് വെക്കുക. അതുപോലെ തന്നെ കരിഞ്ജീരകം പൊടിച്ചത് ഒരു 25 ഗ്രാം കരിഞ്ജീരകം പൊടിച്ചതും കൂടി എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഉരുളി പോലുള്ള ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് ഈ 75 ml 25 ഗ്രാം കരിഞ്ജീരകം ഇട്ടതും കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതിലേക്ക് 400 ml എണ്ണ ഒഴിക്കുക. അതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളം, അതായത് 1 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ 4x4 ആണ് എടുക്കാനുള്ളത്. 4x4 ആകുമ്പോൾ 1 ലിറ്ററും 600 ml വെള്ളമാണ് കേട്ടോ വരുന്നത്. 1 ലിറ്റർ അല്ല, 1 ലിറ്റർ 600 ml വെള്ളമാണ് ഒഴിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം മാത്രം നമ്മൾ തീ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ നല്ല രീതിയിൽ കുമിളകൾ പോലെ വരും. അപ്പോൾ അങ്ങനെ കുമിളകൾ പോലെ വന്നു കഴിഞ്ഞിട്ട് ഈ പത കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇല്ലാണ്ടായതിന് ശേഷം നമ്മളിത് കോരിയെടുക്കുമ്പോൾ ഇതിനെ മണൽത്തരിയുടെ പോലെ പാകമാവും. അപ്പോൾ ആ രീതിയിൽ ഈ എണ്ണ എത്തി കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ എണ്ണ പത അടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ 1-2 അരിമണികൾ എടുത്തിട്ട് നമ്മൾ ഈ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇങ്ങനെ പൊരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എണ്ണ പാകമായി എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മളിതൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുകയല്ല ചെയ്യാനുള്ളത്. നമ്മൾ ഈ പാത്രം തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം നല്ല വായ്വട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് ഈ എണ്ണ അരിച്ചൊഴിച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറോളം വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലാസ് രീതിയിലുള്ള കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിപ്പോൾ 400 ml എണ്ണയാണെങ്കിൽ ഒരാൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മാസം ത്തേക്ക് ഉപയോഗിക്കാനായിട്ട് വരും. ഞാൻ പറഞ്ഞ അളവിലാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കൂവളം വെച്ചിട്ടുള്ള കാച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടും. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞപ്പോഴും ഒരുപാട് പേര് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് സംശയങ്ങൾ ഇതിൻ്റെ പേരിൽ വന്നതുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഓയിലുണ്ടോ എന്ന് ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് ഇന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.